ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ മനം നിറഞ്ഞ ഒരുപാട് സന്തോഷമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കും സന്തോഷമാകുകയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്കൊക്കെ നമ്മുടെ നാട്ടിലെ കപ്പയോ ചേമ്പോ ചേനയോ ഒക്കെ നടുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ പന്നി ചെയ്തോളും. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം ഓർത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിവിടെ കപ്പയൊക്കെ നടാൻ നല്ല മടിയാണ് കേട്ടോ. അതുകൊണ്ട് അതൊന്നും നടാറില്ല. അപ്പോൾ ഇതാണ് വെച്ചാൽ നമുക്കൊരാൾ നല്ല ഇനത്തിൽപ്പെട്ട ഒരു കപ്പയുടെ തണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കളയാൻ തോന്നാഞ്ഞിട്ട് ഞാൻ എൻ്റെ പൊട്ട പുതിയ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് നട്ടുകൊടുത്താണ് കേട്ടോ. എങ്ങനെയെങ്കിലും നമുക്ക് കൊതി തോന്നുമ്പോൾ പറിച്ച് കഴിക്കാൻ ആ ഒരു രീതിയിൽ നിന്ന് നട്ടു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കണ്ടാലും നിങ്ങൾ വിചാരിക്കും ചാക്കിൽ മണ്ണ് നിറച്ച് കിടത്തി നട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെ നട്ടതല്ല കേട്ടോ. ചാക്കിലാണോ നട്ടതെന്ന് ചോദിച്ചാൽ അതെ, മണ്ണിലാണോ നട്ടതെന്ന് ചോദിച്ചാൽ അതെ, ആ ഒരു രീതിയിൽ നട്ടതാണ്. അപ്പോൾ ഇത് സീസണൊന്നും നോക്കാതെ ഞാൻ തണ്ട് കിട്ടിയപ്പോൾ നട്ടതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ തണ്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വണ്ണമുണ്ട്. അപ്പം തണ്ടിന് നല്ല വണ്ണം ഉണ്ടെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ കിഴങ്ങുണ്ടാവും. തണ്ടൊക്കെ നൂല് പോലെയാണെങ്കിൽ കിഴങ്ങും കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വിത്ത് ഉണ്ടാവുമെന്നോ ഇത് ഉഷാറായി കിട്ടുമോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഈ നട്ട വീഡിയോ ഒന്നും എടുത്തു വെച്ചില്ല കേട്ടോ. പക്ഷേ എന്നാലും ഞാനിത് നട്ട വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നട്ടേന്ന്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അതുകൊണ്ടോ നമുക്ക് ഒന്നും വിത്തൊന്നും ഇളകി പോകാത്ത രീതിയിൽ ഞാനിതൊന്ന് ഇളക്കി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നട്ടത് കൊണ്ട് നമുക്ക് ചാക്കൊക്കെ മാറ്റിയെടുക്കാനൊക്കെ എളുപ്പമാണ്. മറ്റ് നമ്മൾ ചാക്കിലൊക്കെ നട്ടാലും അതൊന്ന് പറിച്ചെടുക്കാനൊക്കെ ചാക്ക് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നട്ടാലും നമുക്ക് ചാക്ക് മാറ്റാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കപ്പ കണ്ടോ, ഒന്നും അടന്നൊന്നും പോയിട്ടില്ല. നമുക്ക് അത്യാവശ്യം വലിപ്പവും ഉണ്ട്. നമുക്ക് കഴിക്കേണ്ട ആവശ്യത്തിനുള്ളതുണ്ട് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. കപ്പയ്ക്കാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. ഇത് കാണുന്നത് പോലെയല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല വലിപ്പമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പൊട്ട കുത്തിയിൽ, അതായത് എൻ്റെ പൊട്ട കുത്തിയിൽ തോന്നിയ ഐഡിയ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ ആർക്കെങ്കിലും ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ഇതുപോലെ പന്നി തരാത്തതും അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചേമ്പും ഒക്കെ ഇങ്ങനെ നട്ടു കൊടുക്കാവേ. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് ഒരു മൂട്ടിൽ നിന്ന് തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു തണ്ട് നട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല ഇനത്തിൽപ്പെട്ട കപ്പയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് തണ്ട് നശിപ്പിക്കാൻ തോന്നാതെ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ തണ്ട് കണ്ടോ, നല്ല വലിപ്പമുള്ള തണ്ടുമാണ്. അപ്പോൾ ഞാൻ നട്ട രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് എടുത്തത്. ഇത് നമുക്ക് വളം മേടിച്ച ചാക്കോ അല്ലെങ്കിൽ കോഴിത്തീറ്റയൊക്കെ വാങ്ങിയ ചാക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ വലിപ്പമുള്ളൊരു ചാക്ക് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സൈഡിൽ നിന്നും ഇത്തിരി അകത്തി ഇതുപോലെയാണ് കട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചാക്ക് 2 പീസാക്കത്തില്ലേ, 2 തണ്ട് നടത്തില്ലേന്ന്. അതിന് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡിൽ നിന്ന് മണ്ണ് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണ് കൂട്ടി വെച്ചേക്കുമല്ലേ, അപ്പോൾ ഇത് ചാക്ക് കമഴ്ത്തി അങ്ങ് വെച്ച് കൊടുക്കുമ്പം ഇത് ഈ 2 സൈഡ് ഇങ്ങനെയുള്ളതുകൊണ്ട് മണ്ണ് അധികം ഒഴുകി പോയില്ല കേട്ടോ. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഈ പീസ് നമുക്ക് മാറ്റിക്കളയാം കേട്ടോ. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കപ്പയുടെ തണ്ട് നടുന്ന ആ സെൻട്രൽ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ചതുരത്തിലോ റൗണ്ടിലോ എങ്ങനെയാണെന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാക്ക്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ട് അതായത് ഞാൻ നേരത്തെ നട്ട അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വീണ്ടും നടുന്നത്. അപ്പോൾ അവിടുത്തെ മണ്ണ് വീണ്ടും നല്ലതുപോലെ ഒന്ന് കൊത്തി ഇളക്കി, അതായത് നമ്മൾ നേരത്തെ ചാക്കൊക്കെ ഇട്ട് നട്ടത് കൊണ്ട് വളമൊന്നും അധികം ഒഴുകിപ്പോയിട്ടില്ല. അതുമല്ല നമ്മുടെ ജൈവവളം മാത്രം ഇട്ട് കൊടുത്ത് നമ്മൾ വളർത്തിയ കപ്പയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി കൂട്ടി വെച്ചെടുത്തിട്ടോ. ഞങ്ങളിവിടെ കപ്പ കൂടം കൊത്തുക എന്നാണ് പറയാറ്. അപ്പം അങ്ങനെ കൂടം കൊത്തി ഇളക്കി കൂട്ടി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇച്ചിരി ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ ജൈവ വളക്കടയിൽ നിന്ന് വാങ്ങിയ അയർ എന്നൊരു വളവും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരു പിടി നമ്മുടെ ചാണകപ്പൊടിയുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തേ.
അത് എന്നിട്ട് നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും ഈ അയറും കൂടെ നല്ലതുപോലെ മിക്സാക്കി ഒന്ന് കൂട്ടി വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ കപ്പത്തണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അടിഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകളിലായിട്ട് അതിൻ്റെ തൊലി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ തൊലി കട്ട് ചെയ്ത ഭാഗത്തു നിന്നും നമുക്ക് കപ്പയുണ്ടാകും, അതിൻ്റെ ചുവട്ടിൽ നിന്നും അടിഭാഗത്തു നിന്നും കപ്പയുണ്ടാകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ഒന്ന് തൊലി കളഞ്ഞത്. എന്നിട്ട് നമ്മൾ ആ വളം കൂട്ടി വെച്ച് ആ സെൻറ്ററിലോട്ട് നമ്മൾ ഈ ചാക്കിൻ്റെ റൗണ്ടും വരുന്ന രീതിയിൽ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ കപ്പത്തണ്ടും അങ്ങ് നട്ടു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ നട്ട് കൊടുത്ത് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ചാക്ക് നീങ്ങിപ്പോകാതൊക്കെ കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് കൊത്തി അതിൻ്റെ വക്കയെ കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രം ചെയ്ത നമ്മുടെ റിസൾട്ടാണ് കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇനിയും അതുപോലെ നട്ട കപ്പ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ പൊട്ട കുത്തി തന്ന ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, താങ്ക് യു.